ഹായ്, വത്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഗ്രീൻ ടീ കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റി ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഗ്രീൻ ടീ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടെങ്കിലും ചൈനീസ്, ജാപ്പനീസ് ഗ്രീൻ ടീ ആണ് ഏറ്റവും നല്ലതും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും. കാരണം അതിൻ്റെ ഗുണവും അവിടുത്തെ നിർമ്മാണ രീതികളും തന്നെയാണ്. ചൈനയുടെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഗ്രീൻ ടീക്ക് നല്ലൊരു സ്ഥാനമാണ് ഉള്ളത്. കാരണം ഈ രണ്ട് രാജ്യങ്ങളാണ് ആദ്യമായി ഗ്രീൻ ടീ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ഗ്രീൻ ടീയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് കുറേ ധാരണകളുണ്ട്. ഗ്രീൻ ടീ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ഉന്മേഷഭരിതമാക്കുകയും തലച്ചോറിന് ഉണർവ് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ സ്കിൻ സംരക്ഷണത്തിനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ചില ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയുടെ വേഗം കുറയ്ക്കാനും സഹായിക്കുന്നു. ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നു. പല പ്രശസ്തരായ ആളുകളും മറ്റുള്ള കൃത്രിമമായ പാനീയങ്ങൾ കുടിക്കാറില്ല. പകരം ഗ്രീൻ ടീ കുടിക്കുന്നത് നിങ്ങൾ നോക്കൂ. കാരണം ഇത് ഈ പറഞ്ഞ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഗ്രീൻ ടീയുടെ അമിതമായ ഉപയോഗം ശരീരത്തിൽ നിന്നും കൂടുതൽ ജലാംശം നഷ്ടപ്പെടുത്തുന്നു. ഇതിൽ വളരെ കുറഞ്ഞ കഫീൻ ആണ് ഉള്ളത്. കൂടുതലായി ഉപയോഗിച്ചാൽ കഫീൻ്റെ അളവ് കൂടും. ഹൃദയമിടിപ്പ് കൂടുന്നതായും തലവേദന ഉണ്ടാകുന്നതായും തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ കഫീൻ അളവ് കൂടുതലായത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമാണ് ഗ്രീൻ ടീ. ഓർക്കുക, ഗ്രീൻ ടീ പഞ്ചസാരയില്ലാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.